ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തുന്നത്. ഇന്ത്യയിൽ വിറ്റ 150ഓളം വാഹനങ്ങളിൽ 20 എണ്ണം വിറ്റത് കേരളത്തിലാണ്. 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ആഡംബര കാറുകൾ 60 ലക്ഷം രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. വിദേശത്ത് നിന്ന് വാഹനങ്ങൾ രാജ്യത്തെത്തിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ നിരവധിയാണ്. അത് കൃത്യമായി പാലിക്കാതെ രാജ്യത്തെത്തിക്കുന്ന സംഘം വ്യാപകമാണ്. ഭൂട്ടാൻ റോയൽ ആർമിയുടെ വാഹനം കേരളത്തിലെത്തിച്ചതും നികുതി വെട്ടിച്ച്. ഭൂട്ടാൻ ആർമി ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ പരമാവധി 5 ലക്ഷം രൂപയ്ക്കാണ് ഇടനിലക്കാർ വാങ്ങിയത്. അത് ഹിമാചൽ പ്രദേശിലെത്തിച്ച് റീ രജിസ്റ്റർ ചെയ്തു. HP 52 എന്ന രജിസ്ട്രേഷനിലാണ് കൂടുതൽ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തത്. അവിടുത്തെ NOC ഉപയോഗിച്ചാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വാഹനം വിൽപ്പന ചെയ്തത്. പ്രധാനമായും വിൽപ്പനയിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ ഇതൊക്കെയാണ്. 15 ദിവസത്തിനകം ഉടമസ്ഥാവകാശം മാറ്റണം. കൈമാറ്റ കരാർ സൂക്ഷിക്കണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. വായ്പയില്ലെന്ന രേഖകൾ വേണം. നിയമപ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കണം. ഇറക്കുമതി നികുതി രേഖകൾ നിർബന്ധമാണ്. ഇറക്കുമതി വാഹനങ്ങൾക്ക് 3 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കം പാടില്ല. ഇറക്കുമതി ചെയ്താൽ 2 വർഷത്തേക്ക് കൈമാറ്റം പാടില്ല. കസ്റ്റംസ് ക്ലിയറൻസ് നിർബന്ധമാണ്. പരിസ്ഥിതി ചട്ടങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കണം. നികുതി അടച്ചിട്ടില്ലെങ്കിൽ അതിന് പ്രത്യേകം പിഴയടയ്ക്കണം. അനധികൃതമായി കടത്തിയ വാഹനങ്ങളിൽ ഈ ചട്ടങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ടാറ്റ SUV, മഹീന്ദ്ര ടാറ്റ ട്രക്ക് എന്നിവയാണ് കൂടുതലായും ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.